ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഭാഗം വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ 21 വരെ. അതിൽ 6-ാമത്തെ ദൂതൻ്റെ സന്ദേശത്തെക്കുറിച്ചാണ്. നമ്മൾ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം മുതൽ ചില കാര്യങ്ങളൊക്കെ പരിശോധിച്ച് അതിൽ 6 മുദ്രകൾ, 7 മുദ്രകൾ, അതിന് ശേഷം 7 കാഹളത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു. അതിൽ 6-ാമത്തെ കാഹളനാദത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ രാജ്യസ്ഥാപനത്തിൻ്റെ ഓരോ ഘട്ടങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ പറ്റും. ക്രിസ്തുവിൻ്റെ ആധിപത്യം സ്ഥാപിക്കുന്നതിനു മുമ്പ് എന്തെല്ലാം ഇവിടെ നിന്നും മാറ്റപ്പെടണം എന്നുള്ള വിഷയങ്ങളാണ്. രാഷ്ട്രീയവും ആത്മീയവുമായ മേഖലകളിൽ വരേണ്ടതായ മാറ്റങ്ങൾ, ജനങ്ങൾ ഉപേക്ഷിച്ച് കളയേണ്ടതായ അസത്യങ്ങൾ, ജനങ്ങൾ സ്വീകരിക്കേണ്ടതായ സത്യങ്ങൾ, ഇത് എന്തെല്ലാമാണെന്നും അത് സത്യത്തിനും അസത്യത്തിനും തമ്മിലുള്ള പ്രതിഫലം, അതിൻ്റെ സമയം, ഇവയെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പം ഇന്ന് 6-ാമത്തെ കാഹളത്തെക്കുറിച്ച് നമ്മൾക്ക് പര്യാലോചിക്കാം. 6-ാമത്തെ ദൂതൻ ഊതി. അപ്പോൾ ദൈവസന്നിധിയിലെ സ്വർണപീഠത്തിൻ്റെ കൊമ്പുകളിൽ നിന്ന് ഒരു ശബ്ദം കാഹളമുള്ള 6-ാം ദൂതനോട്, ഊഫ്രാത്തീസ് എന്ന മഹാനദീതീരത്ത് ബന്ധിപ്പിച്ചിരിക്കുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിടുക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഉടനെ മനുഷ്യരിൽ 1/3 കൊല്ലുവാൻ ഇന്ന ആണ്ട്, മാസം, ദിവസം, നാഴികയ്ക്ക് ഒരുങ്ങിയിരിക്കുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിട്ടു. കുതിരപ്പടയുടെ സംഖ്യ 10,000 മടങ്ങ് 20,000 എന്ന് ഞാൻ കേട്ടു. ഞാൻ കുതിരകളെയും കുതിരപ്പുറത്ത് ഇരിക്കുന്നവരെയും ദർശനത്തിൽ കണ്ടത് എങ്ങനെയെന്നാൽ, അവർക്ക് തീ നിറവും രക്തനീലവും ഗന്ധക വർണ്ണവുമായ കവചം ഉണ്ടായിരുന്നു. കുതിരകളുടെ തല സിംഹങ്ങളുടെ തല പോലെയായിരുന്നു. വായിൽ നിന്ന് തീയും പുകയും ഗന്ധകവും പുറപ്പെട്ടു. വായിൽ നിന്ന് പുറപ്പെടുന്ന തീ, പുക, ഗന്ധകം എന്നീ 3 ബാധയാൽ മനുഷ്യരിൽ 1/3 മരിച്ചുപോയി. കുതിരകളുടെ ശക്തി വാലിലുമായിരുന്നു. വാലോ സർപ്പത്തെ പോലെയും തലയുള്ളതും ആയിരുന്നു. ഇവയാലത്രേ കേട് വരുത്തുന്നത്. ഈ ബാധകളാൽ മരിച്ചു പോകാത്ത ശേഷം മനുഷ്യരെ ദുർഭൂതങ്ങളുടെയും കാണാനും കേൾപ്പാനും നടപ്പാനും വഹിയാത്ത പൊന്ന്, വെള്ളി, ചെമ്പ്, കല്ല്, മരം ഇവ കൊണ്ടുള്ള ബിംബങ്ങളെയും നമസ്കരിക്കാതെ വണ്ണം തങ്ങളുടെ കൈപ്പണി വിട്ട് മാനസാന്തരപ്പെട്ടില്ല. തങ്ങളുടെ കുലപാതകം, ക്ഷുദ്രം, ദുർനടപ്പ്, മോഷണം എന്നിവ വിട്ട് മാനസാന്തരപ്പെട്ടതുമില്ല. ഈ 6-ാം കാഹളം ധ്വനിക്കുന്ന കാലത്ത് ഉള്ള മാറ്റങ്ങളെക്കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത്. 6-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ദൈവസന്നിധിയിലെ സ്വർണപീഠത്തിൻ്റെ കൊമ്പുകളിൽ നിന്നൊരു ശബ്ദം എന്നോട്, ആ ശബ്ദം കാഹളമുള്ള 6-ാം ദൂതനോട്,
അപ്പോൾ ആറാമത്തെ കാഹളം പിടിച്ചിരിക്കുന്ന ആ ദൂതനോട് പറയുന്നു, യൂഫ്രട്ടീസ് നദീതീരത്ത് ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിടുക. വെളിപ്പാട് പുസ്തകം 7-1 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ആകാശത്തിൻ്റെ 4 കാറ്റുകളെയും ബന്ധിക്കുന്ന ഒരു കാര്യമാണ്. വായിച്ചേ വെളിപ്പാട് പുസ്തകം. അതിനുശേഷം ഭൂമിമേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റ് ഊതാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയിലെ 4 കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിലും നിൽക്കുന്നത് ഞാൻ കണ്ടു. അതെ, അപ്പോൾ വെളിപ്പാട് പുസ്തകം 7-1 ബന്ധിച്ചിരിക്കുന്ന ആ 4 ദൂതന്മാരെയും ഈ 6-ാം കാഹളനാദത്തിന്റെ കാലത്ത് അഴിച്ചുവിടുക. അവരെന്തിനാ? സമുദ്രത്തിന്മേലും ഭൂമിമേലും ഒന്നും യാതൊരു കേടും വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ തടഞ്ഞിരിക്കുകയായിരുന്നു. അന്ന് ദൈവത്തിൻ്റെ ദാസന്മാരുടെ നെറ്റിയിൽ മുദ്രയിടുന്നതിന് വേണ്ടിയിട്ട്. അവരുടെ എണ്ണവും നമ്മൾ കേട്ടു, 144,000 പേര്. ഇനി ആ ദൂതന്മാരെ അഴിച്ചുവിടുന്നതിൽ തടസ്സമില്ല. കാരണം ഇനി അടുത്ത നടപടികളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ദൂതന്മാരെ തളച്ചിരിക്കുന്നത് എവിടെയാ? യൂഫ്രട്ടീസ് എന്ന മഹാനദീ തീരത്ത്. യൂഫ്രട്ടീസ് നദിക്കുള്ള പ്രത്യേകത എന്താ? ഫ്രാത്ത് എന്ന് പറയുന്ന നദിയാണ് യൂഫ്രട്ടീസ്. ഈ ഫ്രാത്ത് എതിലെയാണ് ഒഴുകിക്കൊണ്ടിരുന്നത് അറിയാമോ? ഏദൻ തോട്ടത്തിൽ കൂടി ഒഴുകിക്കൊണ്ടിരുന്ന നദിയാണ് ഫ്രാത്ത്. ആ ഫ്രാത്തിൻ്റെ പേരാണ് യൂഫ്രട്ടീസ് എന്ന് പിന്നീടായത്. അത് ഏദൻ തോട്ടത്തിൽ ആ നദി അത് 4 ശാഖയായി പിരിഞ്ഞു. പീശോൻ, ഗീഹോൻ, ഹിദ്ദക്കൽ, ഫ്രാത്ത് 4. ഏദൻ തോട്ടത്തിനോട് ബന്ധപ്പെട്ട ഒരു നദിയാണ്. ഈ നദി മഹാബാബിലോണിൻ്റെ സാമ്രാജ്യം കൊട്ടാരവും ഈ നദിയുടെ മുകളിലാണ്. അങ്ങനെ എല്ലാം കൊണ്ടും പ്രാധാന്യമുള്ള ഒരു നദിയാണ് യൂഫ്രട്ടീസ് നദി. അപ്പം ഈ 5-ാം കാഹളത്തിന് ശേഷം ഈ 6-ാം കാഹളത്തിൻ്റെ കാലത്ത് ഈ 4 ദൂതന്മാരെയും അഴിച്ചു. ഈ 4 ദൂതന്മാരും ദൈവത്തിൻ്റെ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ദൂതന്മാരാണ്, വ്യാജത്തിൻ്റെ ദൂതന്മാരല്ല. അപ്പോൾ അവരെ അഴിച്ചു വിട്ടുന്നു. അങ്ങനെ ഉടനെ മനുഷ്യരിൽ 1/3 കൊല്ലുവാൻ ഇന്ന ആണ്ട്, മാസം, ദിവസം, നാഴികയ്ക്ക് ഒരുങ്ങിയിരുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിട്ടു. അപ്പം അവർക്ക് കൊല ചെയ്യാനുള്ള അവകാശമാണ്, അധികാരമാണ് നൽകിയിരിക്കുന്നത്. ആരെയാ കൊല ചെയ്യേണ്ടത്? അസത്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന എല്ലാ പ്രസ്ഥാനങ്ങളെയും കൊല ചെയ്യുക എന്നുള്ളതാണ് കർത്താവിൻ്റെയും സഭയുടെയും ലക്ഷ്യത്തിൻ്റെ പരമപ്രധാനമായ ഒന്നാണ്. അസത്യങ്ങൾക്ക് പൂർണ്ണ വിരാമം ഇടും എന്നുള്ളതാണ്. യാതൊരു വ്യാജ ഉപദേശങ്ങളും സൂര്യന് കീഴെ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശമുണ്ടാകും. ഇതെവിടുന്നായി വരുന്നത്? ഈ നിർദ്ദേശങ്ങൾ സ്വർഗത്തിലുള്ള സ്വർണ്ണയാഗപീഠത്തെങ്കിൽ നിന്നവൻ. കർത്താവിൻ്റെ 1-ാം വരവിൽ ഈ യാഗപീഠം എവിടെയായിരുന്നു? ഭൂമിയിലാണ്. കർത്താവിൻ്റെ പുനരുദ്ധാന ശേഷം ഈ യാഗപീഠം എവിടെയാണിപ്പോ? അത് പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലും മുമ്പാകെയാണ്. ഈ യാഗപീഠം നമ്മുടെ കർത്താവിനെയാണ് കാണിക്കുന്നത്. അവിടുന്നായി കൽപ്പന വരുന്നത്. അതിപ്പോൾ സ്വർണ്ണയാഗപീഠമാണ്. കർത്താവിൻ്റെ ആ പ്രകൃതി മാറ്റത്തെ അത് കാണിക്കും. പ്രകൃതി മാറ്റം, കർത്താവിൻ്റെ അധികാരം, അതിനെയെല്ലാമാണ് സ്വർണ്ണയാഗപീഠം കാണിക്കുന്നത്.
അവിടുന്നാണ് ആജ്ഞകൾ പുറപ്പെടുന്നത്. കർത്താവ് ആജ്ഞ കൊടുക്കുന്നു. സുവാർത്താദൂതികൾ വലിയൊരു ഗണമാകുന്നു. സൈന്യങ്ങളുടെ രാജാക്കന്മാർ ഓടുന്നു ഓടുന്നു. ആരുടെ മുമ്പിൽ നിന്നാ? സർവഭൂമിയുടെയും കർത്താവിന്റെ മുമ്പിൽ നിന്ന് സൈന്യങ്ങളുടെ രാജാക്കന്മാർ ഓടുക. ഏതാ സൈന്യങ്ങൾ? ഇവിടെ വൻമല കത്തുന്ന പോലെയുള്ള ഒരു മഹാപർവ്വതം, അതാണ് ഈ സൈന്യങ്ങളും അതിൻ്റെ നേതാക്കന്മാരും. അവരോടുന്നു. കാരണം ഇവിടെ ഒരു മഹാസൈന്യം ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് യുദ്ധത്തിനു വേണ്ടി. അത് കർത്താവിൻ്റെ സൈന്യമാണ്. അത് ഭൂമിയുടെ 4 ഭാഗത്തു നിന്നും ആഞ്ഞടിക്കാൻ പോവാം. അപ്പോൾ ഒരു ഭാഗത്തുകൂടി പോലും ശത്രുക്കൾക്ക് രക്ഷപ്പെടാൻ പാടില്ല. വടക്കും തെക്കും കിഴക്കും പടിഞ്ഞാറും ഈ സൈന്യം വളഞ്ഞിരിക്കുക. സർവഭൂമിയും യഹോവയുടെ തീഷ്ണത അഗ്നിക്കിരയായിത്തീരും. കർത്താവിൻ്റെ 1-ാം വരവ് മുതൽ യഹോവ ഈ ഭൂമിയെ ദർശിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ ആത്മീകവും രാഷ്ട്രീയപരവുമായ പ്രസ്ഥാനങ്ങളെ നോക്കുന്നു. ജാതികളുടെ നീക്കങ്ങളെ നിരീക്ഷിക്കുന്നു. അപ്പോൾ മനുഷ്യർക്കെല്ലാം തോന്നിയതുപോലെയുള്ള ജീവിതവും പ്രവർത്തനങ്ങളും ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുക. യഹോവ നിശബ്ദനായിരുന്നു കാണുന്നു. നീ ഇതൊക്കെയും ചെയ്തു. നീ സർവ കൊള്ളരുതായ്മയും വ്യാജവും ഇവിടെ പ്രവർത്തിച്ചു. ഞാൻ മിണ്ടാതിരുന്നു. ഞാൻ നിന്നെ പോലെയുള്ളവനെന്ന് നീ നിരൂപിച്ചു. ആര്? യഹോവ. ഞാൻ നിന്നെ പോലെയുള്ളവനെന്ന് നീ നിരൂപിച്ചു. എന്നാൽ ഞാനിതൊക്കെയും നിന്റെ കണ്ണിൻ മുൻപിൽ ഇത് വരച്ചു കാണും. അങ്ങനെ അക്രൈസ്തവമായാലും ക്രൈസ്തവമായാലും മറ്റേതൊരു യുഗങ്ങളായാലും അതിൻ്റെ നടപടിക്രമങ്ങൾ മനുഷ്യർക്ക് നന്മ നൽകാത്തതായ എല്ലാ നടപടിക്രമങ്ങളും ആ പ്രസ്ഥാനങ്ങളോട് യഹോവ അതിൻ്റെ ന്യായം ചോദിക്കും. അതിനാണ് ഇവിടെ ഒരു വലിയ സൈന്യം ആഗോള വ്യാപകമായ യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അത് 6-ാം കാഹളം ധ്വനിപ്പിക്കുമ്പോഴാണ്. 7-ാം കാഹളനാദത്തിൽ ക്രിസ്തുവിൻ്റെ രാജ്യം പൂർണ്ണമായി സ്ഥാപിക്കപ്പെടുന്നതിൻ്റെ ലക്ഷ്യം ഈ ലോകത്തിന് ദൃശ്യമായിക്കൊണ്ടിരിക്കും. നമ്മളിപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത് 6-ാം കാഹളനാദത്തിൻ്റെ കാലത്താണ്. അപ്പം നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ കുതിരപ്പടയുടെ സംഖ്യ 10,000 മടങ്ങ് 20,000 എന്ന് ഞാൻ കേട്ടു. 5-ാം മുദ്രയിൽ 5-ാം കാഹളത്തിൽ ഈ സൈന്യം വേറൊരു വിധത്തിലാണ് ഇന്നലെ നമ്മൾ പഠിച്ചത്. അത് വെട്ടുക്കിളി, അതിന് കുതിരയുടെ രൂപം, മാനുഷമുഖം, അതിന് കിരീടം, അതിന് തലമുടിയുണ്ട്, അതിൻ്റെ വാലിൽ തേളിൻ്റെ കൊത്തുന്ന ആ കൊമ്പുണ്ട്. ഇവിടെ ഈ സൈന്യം വേറൊരു വിധത്തിലാണ് 6-ാം കാഹളനാദത്തിങ്കൽ വരുന്നത്. അത് കുതിരപ്പടയായിട്ടാണ്. അതിൻ്റെ സംഖ്യ, കുതിരപ്പടയുടെ സംഖ്യ 10,000 മടങ്ങ് 20,000 എന്ന് ഞാൻ. ഇത് വലിയൊരു സംഖ്യയാണ്. ഈ സംഖ്യ ഈ 144,000-നെയും കവിഞ്ഞു പോകുന്ന ഈ സംഖ്യ. ഇതെവിടുന്ന ഈ സംഖ്യ ഉണ്ടായ? 144,000 പേരെ അല്ലേ മുദ്രയിട്ടത്?
അതിലും കവിയുന്ന ഒരു സംഖ്യയല്ലേ ഇവിടെ ഇപ്പോൾ കാണുന്നത്. അതെന്താ അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം ഈ 144,000 പേര് ഏത് ചട്ടപ്രകാരം എന്തിൻ്റെ അടിസ്ഥാനത്തിന്മേൽ തിരഞ്ഞെടുക്കപ്പെട്ടുവോ അതേ ചട്ടപ്രകാരവും അതേ അടിസ്ഥാനത്തിൽ ഇവിടെ നിലനിൽക്കുന്ന വിശ്വാസികൾ ഈ 144,000 പേർ കഴിഞ്ഞിട്ടും ഇവിടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോ അവരുടെ സംഖ്യ ഈ 144,000-ൽ കവിഞ്ഞു പോകും. പക്ഷെ അവർക്ക് സ്വർഗത്തിലേക്ക് വിളിയില്ല. അവരുടെ വിളി ഈ ഭൂമിയിൽ തന്നെയാണ്. അവരെന്ത് ചെയ്യും? അവര് ഈ 144,000 പേരോടുകൂടി ഇവിടെ ആശയപരമായി ഒന്നിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ദൃശ്യരായിട്ട് നിലകൊള്ളും. അപ്പോൾ 144,000-ന്റെ മുകളിൽ യഹോവയുടെ ജനം ഈ സംഖ്യ പോകും. അതുകൊണ്ടാണ് 10,000 മടങ്ങ് 20,000 എന്ന് പറഞ്ഞിരിക്കുന്നത്. 144,000-ത്തെ കവിയുന്ന ഒരു സംഖ്യ. ഇവര് സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഭൂമിയിൽ നിലകൊള്ളുന്ന ദൈവത്തിൻ്റെ ദാസന്മാരെ സംബന്ധിച്ചാണ്. അപ്പം അവർക്ക് തീനിറവും രക്തനീലവും ഗന്ധകവർണ്ണവുമായ കവചമുണ്ടായിരുന്നു. അതെന്തിനാ അവർക്ക് ഈ കവചം നൽകിയിരിക്കുന്നത്? അവരുടെ വിശ്വാസം, അവരുടെ പ്രത്യാശ, അവരുടെ സ്നേഹം, ഇതെല്ലാം അവർക്ക് കവചമായിരിക്കുന്നു. അത് യഹോവയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന കവചമാണ്. അത് സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിച്ചിരിക്കുന്ന കവചമാണ്. അതിനെ തകർക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേക പരിഗണനയിലാണ്. അപ്പം ഈ കവചം നൽകപ്പെടുന്നതിൻ്റെ മറ്റൊരാവശ്യം, ഈ 144,000 കഴിഞ്ഞു നിൽക്കുന്ന ആളുകൾ അവര് ജഡപ്രകൃതിയിൽ തന്നെ ഈ ഭൂമിയിൽ കഴിയുന്നവരാണ്. അതുകൊണ്ട് അവർക്ക് ഈ കവചം ആവശ്യമായിരിക്കുന്നു. ഇത് ശത്രുക്കളെ നിഗ്രഹിക്കുന്ന ഒരു വേലയിലാണ് അവരും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാ ശത്രുക്കളെ നിഗ്രഹിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇത് ആയുധം കൊണ്ടുള്ള പോരാട്ടമല്ല, സത്യവും അസത്യവും തമ്മിലുള്ള ഒരു ഫയറിംഗ് ആണ് ഇവിടെ നടക്കും. അതിൽ ചിലപ്പോൾ സത്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് നിൽക്കുന്നവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ കവചങ്ങൾ അവർക്ക് നൽകപ്പെടുന്നത്. കുതിരകളുടെ തല സിംഹങ്ങളുടെ തല പോലെയായിരുന്നു. ഇത് ദൈവഭക്തന്മാർക്കുള്ള വിശേഷതയാണ്. തലയല്ലേ എല്ലാത്തിനും മുഖ്യം, അല്ലേ? ഈ കുതിരകൾ, ഈ യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുന്ന കുതിരകളുടെ തല, അത് സാധാരണ കുതിരയുടെ തലയല്ല. രൂപം കുതിരയുടെ തന്നെ ആയിരുന്നെങ്കിലും സിംഹങ്ങളുടെ തലയായിരുന്നു. അതാ ദൈവമക്കൾക്കുള്ള അടയാളം. ഒരു സിംഹം കാട്ടിൽ എങ്ങനെയാ വിലസുന്നത്? സിംഹം ആരെങ്കിലും ഭയന്നിട്ടാണോ നടക്കുന്നത്? ഒരു മൃഗങ്ങളെയും ഭയന്നല്ല സിംഹം. അതാണ് ദൈവത്തിൻ്റെ മക്കൾ. ദൈവത്തിൻ്റെ മക്കൾക്കുള്ള സംരക്ഷണവും ധൈര്യവും. അപ്പോൾ കുതിരകളുടെ തല സിംഹങ്ങളുടെ തല പോലെയായിരുന്നു. വായിൽ നിന്ന് തീയും പുകയും ഗന്ധകവും പുറപ്പെട്ടു. വായിൽ നിന്ന് പുറപ്പെടുന്നത് തീയും പുകയും ഗന്ധകവും. ഈ തീയും പുകയും ഗന്ധകവും പുറപ്പെടുന്നത് എപ്പോഴാണ്? ഒരു വസ്തുവിനെ ദഹിപ്പിക്കുമ്പോഴാണ്, അല്ലേ ഇതൊക്കെ ഉണ്ടാകുന്നത്? ഹിന്നോമിൻ്റെ താഴ്വരയിൽ ഇങ്ങനെയാണ്.
തീയും ഗന്ധകവും പുകയും അവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ദാസന്മാരുടെ വായിൽ നിന്നും പുറപ്പെടുന്ന ദൈവത്തിൻ്റെ ശക്തിയുള്ള വചനങ്ങൾ സാത്താന്യ ഉപദേശങ്ങളെ ദഹിപ്പിച്ചു കളയുന്നതാണ്. അതായത് സത്യം കൂടുതൽ കൂടുതൽ പ്രകാശിതമായി തീരുന്നു, അസത്യങ്ങളെല്ലാം കത്തിയെരിയുന്നു. അതിനെ കത്തിക്കുന്നതാണ് ഗന്ധകം. അപ്പോൾ സിംഹത്തിൻ്റെ വായിൽ നിന്നും തീയും ഗന്ധകവും പുകയും പുറപ്പെടുന്നു. തീ, പുക, ഗന്ധകം എന്നീ 3 ബാധയാൽ മനുഷ്യരിൽ 1/3 മരിച്ചുപോയി. ഈ 1/3 കുറിച്ച് നമ്മൾ ഇതിനു മുമ്പേ പറഞ്ഞത്. എല്ലാ ക്രൈസ്തവ മണ്ഡലങ്ങളിൽ നിലനിൽക്കുന്ന എല്ലാ സത്യങ്ങളും മരിച്ചു പോകും. അതിൻ്റെ സ്ഥാനത്ത് സത്യം സ്വീകരിക്കാൻ അവർ തൽപരരാകുന്നു. അപ്പോൾ കർശനമായിട്ട് ഫോഷ്കുകളെ ദൈവം തടയുന്നു. ക്രിസ്തുവും സഭയും ദൈവത്തിൻ്റെ വചനത്തിനെതിരായിട്ടുള്ള എല്ലാ ആശയങ്ങളെയും ഇവിടെ കർശനമായിട്ട് നശിപ്പിക്കുക ചെയ്യും. കുതിരകളുടെ ശക്തി വായിലും വാലിലുമായിരുന്നു. വായിൽ നിന്നാണ്, വാകൊണ്ടല്ലേ സംസാരിക്കുന്നത്. പക്ഷേ കുതിരകൾക്ക്, ഈ യുദ്ധത്തിനുള്ള കുതിരകൾക്ക് അതിൻ്റെ വാലിലും ശക്തിയുണ്ട്. അതിൻ്റെ വാലുകൊണ്ട് അത് ഉപദ്രവിക്കുകയല്ല, അതിൻ്റെ വാലുകൊണ്ട് അത് ഉപദ്രവിക്കുന്നില്ല. പക്ഷേ ആദ്യത്തെ കുതിര അതിൻ്റെ വാലുകൊണ്ട് കുത്തുന്നു. അപ്പോൾ സത്യത്തിലേക്ക് ആളുകളെ സ്വീകരിക്കുവാൻ വേണ്ടി സ്നേഹത്തോടു കൂടിയ ഒരു ഉപദേശം കുതിരയുടെ വാല് സൂചിപ്പിക്കുന്നതാണ്. അത് ഉപദ്രവിക്കുന്നില്ലെന്നുള്ളതാണ്. കുതിരകൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാസന്മാരാണെന്ന് നമ്മൾ മനസ്സിലാക്കിയില്ലേ. അവരൊരിക്കലും ദൈവജനങ്ങളെ ഉപദ്രവിക്കാനല്ല, സ്നേഹത്തിൻ്റെയും നീതിയുടെയും ആത്മാവിലാണ് ഈ സത്യങ്ങളെ ലോകത്തിന് കൊടുക്കുന്നത്. വാലോ സർപ്പത്തെപ്പോലെയും തലയുള്ളതും ആയിരുന്നു. ഇവയാലത്രേ കേടുവരുത്തുന്നു. അസത്യങ്ങൾക്കാണ് കേടുവരുത്തുന്നത്, വ്യക്തികൾക്കല്ല. അടുത്ത വാക്യം, ഈ ബാധകളാൽ നശിച്ചു പോകാത്ത ശേഷം മനുഷ്യർ. ദൈവത്തിൻ്റെ ഈ മഹാസൈന്യം ഇത് വളരെ ദീർഘകാലത്തെ ഒരു പോരാട്ടമാണ് നടന്നത്. ഈ ദീർഘകാലത്തെ പോരാട്ടം കൊണ്ടും മനം തിരിയാതെയും മാനസാന്തരപ്പെടാതെയുമുള്ള ആളുകൾ, അവരെ സംബന്ധിച്ചാണ് 20-ാം വാക്യത്തിൽ പറയുന്നത്. ഈ ബാധകളാൽ നശിച്ചു പോകാത്ത ശേഷം മനുഷ്യര്. അതിനകത്ത് ആത്മീയ മേഖലയിലുള്ളവരുണ്ട്, അക്രൈസ്തവരുണ്ട്. ആത്മീയ മേഖലയിലുള്ളവർക്കും അക്രൈസ്തവർക്കും ഈ ഭൂമിയിൽ നടക്കുന്ന ഈ 2 തലങ്ങളിൽ നടക്കുന്ന മാറ്റങ്ങൾ അവർക്ക് മാനസാന്തരത്തിനുള്ള ലക്ഷണങ്ങളാണ് നൽകപ്പെടുന്നത്. ജാതികൾക്കും ക്രൈസ്തവർക്കും ഇതൊന്നും കാണാത്ത മട്ട് നടിക്കുന്ന ഒരു വിഭാഗം ജനം, അവരെക്കുറിച്ച് അവരെന്താ, ഈ ബാധകളാൽ മരിച്ചു പോകാത്ത ശേഷം മനുഷ്യരോ ദുർഭൂതങ്ങളുടെയും കാണാനും കേൾപ്പാനും നടപ്പാനും വഹിയാത്ത പൊന്ന്, വെള്ളി, ചെമ്പ്, കല്ല്, മരം ഇവ കൊണ്ടുള്ള ബിംബങ്ങളെയും നമസ്കരിക്കാതെ വണ്ണം തങ്ങളുടെ കൈപ്പണി വിട്ട് മാനസാന്തരപ്പെട്ടു. ഇത്രയും മാറ്റങ്ങൾ ഈ ഭൂമിയിൽ നടന്നിട്ടും പഴയപടി ഇരിക്കുന്ന ആളുകൾ, പഴയ വിശ്വാസത്തിലും
ആചാരങ്ങളിലും ഇരിക്കുന്ന ആളുകൾ, അവരുടെ വിശ്വാസവും ആചാരം എന്താ? ഭൂതങ്ങളോട് പ്രാർത്ഥിക്കുന്നു, മരിച്ചുപോയവരോട്. അത് തുടർന്നുകൊണ്ടിരിക്കുക. അതാ, ദുർഭൂതങ്ങളെയും കാണാനും കേൾപ്പാനും നടപ്പാനും വഹിയാത്ത പൊന്നു, വെള്ളി, ചെമ്പ്, മരം ഇവ കൊണ്ടുള്ള ബിംബങ്ങൾ നമ്മുടെ ക്രൈസ്തവ മണ്ഡലത്തിലും അക്രൈസ്തവ മേഖലയിലും ഈ ദൈവങ്ങളെ കാണാം. 115 സങ്കീർത്തനത്തിൽ ഇതുപോലെ ഒരു ദൈവത്തിനെ സൃഷ്ടിക്കുന്ന ഭാഗം വിവരിക്കുന്നുണ്ട്. അപ്പോൾ പൊന്നുകൊണ്ട്, വെള്ളി കൊണ്ട്, സ്വർണം കൊണ്ട്, കല്ലുകൊണ്ട്, ചെമ്പ് കൊണ്ട്, മരം കൊണ്ട് എല്ലാം ദൈവങ്ങളെ സൃഷ്ടിച്ച് പിന്നെയും ആരാധിച്ചു പോരുക. അപ്പോ ഈ ആരാധന ദൈവത്തിന് ഇഷ്ടമല്ല എന്ന് കണ്ട് അത് ത്യജിച്ചു കളയുവാൻ മനസ്സില്ലാത്ത ആളുകൾ തങ്ങളുടെ കൈപ്പണി വിട്ട് മാനസാന്തരപ്പെട്ടില്ല. തങ്ങളുടെ കൊലപാതകം, ക്ഷുദ്രം, ദുർനടപ്പ്, മോഷണം എന്നിവ വിട്ടു മാനസാന്തരപ്പെട്ടു. അപ്പം ആത്മീയമായിട്ടും ജഡികമായിട്ടും യാതൊരു മാനസാന്തരവും വരുവാൻ ഇഷ്ടമില്ലാത്ത ആളുകൾ. അതിനെക്കുറിച്ചാണ് നമ്മുടെ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് പറഞ്ഞു. ഇതുപോലെയുള്ള ചില ആളുകളെയാണ് അവിടെ വിവരിക്കുന്നത്. അപ്പം ഈ ബിംബങ്ങൾ ക്രൈസ്തവ മേഖലയിലുമുണ്ട്, ജാതികളുടെ ആരാധന സമ്പ്രദായങ്ങളിലുമുണ്ട്. അവർ കൊലപാതകം, ക്ഷുദ്രം, ദുർനടപ്പ്, മോഷണം. കൊലപാതകം എങ്ങനെയാ? ഈ വിഭാഗങ്ങളുടെ ഒന്നും ഉപദേശം കേട്ട് ആർക്കും നിത്യജീവൻ പ്രാപിക്കാൻ പറ്റില്ല. നിത്യജീവൻ പ്രാപിക്കാൻ ദൈവം വേദപുസ്തകത്തിൽ കൂടി നൽകിയിരിക്കുന്ന സത്യമായ ഉപദേശം വേറെയാണ്. ഈ മതങ്ങളുടെ ഉപദേശങ്ങൾ കൊണ്ടൊന്നും നിത്യജീവൻ പ്രാപിക്കാൻ സാധ്യമല്ല. അങ്ങനെയുള്ള അവിടെ നിൽക്കുന്ന ആളുകൾ അവർ കൊലപാതകം ചെയ്യപ്പെട്ട അവസ്ഥയിലാണ്. അതാണ് കഷ്ടം എന്ന് പറയുന്നത്. ഇതൊക്കെ അറിയുമ്പോൾ ഒരു കഷ്ടമാണ്. പിന്നെ ക്ഷുദ്രം, മന്ത്രവാദം എന്ന് പറഞ്ഞാൽ സാധ്യമല്ലാത്ത ഒരു കാര്യം സാധിച്ചു കിട്ടിയതുപോലെയുള്ള ഒരു ആശയും അനുഭൂതിയും ഉളവാകുന്നതാണ് മന്ത്രം. എല്ലാം നടന്നോ? ഒന്നും നടന്നില്ല. ആണ് മന്ത്രം. ക്ഷുദ്രം ചെയ്ത് നിങ്ങളെ മയക്കിയതാർ. ഇത് പിശാചിൻ്റെ മറ്റൊരു മറിമായമാണ്. ക്ഷുദ്രം ചെയ്യുക. ഇതധികം പക വീട്ടാനാണ് ചെയ്യുന്നത്. ക്ഷുദ്രം. ദുർനടപ്പ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്ക് എതിരായിട്ടുള്ള ദുർനടപ്പ്. അപ്പോൾ ജാതികളെ സംബന്ധിച്ച് അവർ പറയാം, ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ പ്രമാണമൊന്നും അറിയാൻ പാടില്ല, ഞങ്ങൾ പഠിക്കുന്നില്ല. പക്ഷേ ജാതികൾക്കും യഹൂദനും അല്ലാത്തവർക്കും ഒക്കെ മനസാക്ഷിയിലൊരു പ്രമാണം ദൈവം വെച്ചിട്ടുണ്ട്. അത് ആ പ്രമാണം അനുസരിക്കാൻ ജാതികളും ബാധ്യസ്ഥരാ. ആ പ്രമാണം യഹൂദനും ജാതിക്കും ഒന്ന് തന്നെയാ മനസാക്ഷിയുടെ പ്രമാണം. അത് ഓരോ മനുഷ്യജീവിയിലും ദൈവം വെച്ചിരിക്കുന്ന പ്രമാണം. അതിനെങ്കിലും അനുസരിച്ച് ജീവിക്കണ്ടേ? ഇത് അതുപോലുമില്ലാത്ത, മനസാന്തരമില്ലാത്ത ആളുകൾ. ഇതിനെല്ലാം ഇനി എങ്ങനെയാണ് ഇത് അവസാനിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് പിൻവരുന്ന ഭാഗങ്ങൾ. ഈ മാനസാന്തരത്തിന് മനസ്സില്ലാത്ത ആളുകളെ ഇനി എങ്ങനെയാണ് നശിപ്പിക്കേണ്ടത് എന്നുള്ള വിഷയങ്ങളാണ് തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ. ഇന്നലെ നമ്മൾ ബാബിലോണിനെക്കുറിച്ചും മഹാബാബിലോണിനെക്കുറിച്ചും മഹാബാബിലോൺ ഒരു സ്ത്രീയാണെന്ന് സ്ഥാപിക്കുന്നതിനെക്കുറിച്ചും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ദുർനടപ്പ് എന്നുള്ള പദം ആ മഹാബാബിലോട് ചേർന്ന ഒരു പദമാണ്. ഈ പദം അവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ദുർനടപ്പ് എന്നുള്ളത് കൂടുതൽ ഇനി വരുന്ന വിഷയങ്ങളിൽ വ്യക്തമാക്കാം. അപ്പോൾ സമയത്തിൻ്റെ കുറവ് മൂലം
ആറാം കാഹളത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞ് നമുക്ക് ഈ വിഷയം അവസാനിപ്പിക്കാം. തുടർന്ന് വരുന്ന സമയങ്ങളിൽ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ചില പോയിന്റുകൾ നമുക്ക് അടുത്ത വിഷയത്തിൽ പറയാമെന്ന് വിചാരിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.